ശബരിമല പ്രശ്നത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിവന്ന നിരാഹാര സമരം ബിജെപി അവസാനിപ്പിച്ചു. 49 ദിവസം നീണ്ട സമരം വൻ വിജയമായിരുന്നുവെന്നാണ് സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം വിശദീകരിച്ച് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി.എസ്. ശ്രീധരൻപിള്ളയും മുതിർന്ന ബിജെപി നേതാക്കളും അവകാശപ്പെടുന്നത്. സർക്കാർ നിലപാട് തെറ്റാണെന്ന് തെളിയിക്കാൻ ബിജെപിക്കായെന്നും ഇവർ പറയുന്നു. മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ പിൻവലിക്കണമെന്നതടക്കം സമരവേദിയിൽ ബിജെപി ഉന്നയിച്ച ആവശ്യങ്ങളോടൊന്നും സർക്കാർ പ്രതികരിച്ചില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയവരോട് ഒരു ഘട്ടത്തിലും സർക്കാർ ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല. അനാവശ്യ ഹർത്താലുകളും അതേ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളുമെല്ലാം പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്ന തോന്നലും പാർട്ടിക്കകത്തുണ്ട്. മുതിർന്ന നേതാക്കൾ നിരാഹാര സമരം ഏറ്റെടുക്കാൻ എത്താതിരുന്ന സാഹചര്യം ബിജെപിക്കകത്ത് തന്നെ കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. സമരം വിജയിച്ചുവെന്ന നേതാക്കൾ അവകാശപ്പെടുമ്പോഴും സമരം വേണ്ടത്ര ഫലം ചെയ്യാതെ പോയി എന്ന വികാരമാണ് സാധാരണ പ്രവർത്തകർക്കിടയിലുള്ളത്. എന്നാൽ ശബരിമല കയറിയെന്ന് സർക്കാർ അവകാശപ്പെടുന്ന 51 പേരുടെ പട്ടികയിൽ കടന്നുകൂടിയ ആശയക്കുഴപ്പങ്ങളടക്കം അവസാന ലാപ്പിൽ ഗുണമുണ്ടാക്കിയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പുത്തരിക്കണ്ടം മൈതാനത്ത് സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തോടെ സമരത്തിന് പുതിയ രൂപവും ഭാവവും ഉണ്ടാകുമെന്നും നേതാക്കൾ അവകാശപ്പെടുന്നു. കൊട്ടിഘോഷിച്ചു തുടങ്ങിയ സമരത്തെ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും തുടക്കം മുതലേ വിമർശിച്ചിരുന്നു. ബിജെപിയിലെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി തുടങ്ങിയ നിരാഹാര സമരത്തോട് ഒരു വിഭാഗം എതിർപ്പ് ശക്തമായിരുന്നു. മുൻനിര നേതാക്കളാരും തുടർ സമരം ഏറ്റെടുക്കാൻ തയ്യാറായതുമില്ല. സമരം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം ദേശീയ നേതാവായ പി.കെ. കൃഷ്ണദാസിനെ നിരാഹാരം കിടത്തിയത്. നിരാഹാര സമരത്തോട് ശ്രീധരൻപിള്ളയ്ക്കും ആദ്യം മുതൽ അനുഭാവം ഉണ്ടായിരുന്നില്ല. ശബരിമല വിശ്വാസ സംരക്ഷണം ആവശ്യപ്പെട്ട് നടത്തിയ സമരം 49ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് അവസാനിപ്പിച്ചത്. ബിജെപി ദേശീയ സമിതി അംഗം പി.കെ. കൃഷ്ണദാസാണ് അവസാനം നിരാഹാരം കിടന്നത്. ഇന്ന് മണ്ഡലകാലം അവസാനിച്ചതോടെ സമരത്തിന്റെ പ്രസക്തി തീരുമെന്നുള്ളതും ബിജെപി അലട്ടിയിരുന്നു. സമരം ഭംഗിയായി അവസാനിപ്പിക്കാൻ കിട്ടിയ അവസരമൊന്നും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയില്ല എന്ന തോന്നലും പാർട്ടിക്കകത്ത് ശക്തമാണ്. ശക്തമായ നേതൃത്വമില്ലായ്മ ഇപ്പോഴും ബിജെപിയെ കുഴയ്ക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത് പല ഉൾപാർട്ടി പ്രശ്നങ്ങൾക്കും കാരണമാകും. മുൻപ് ശബരിമല സമരം ബിജെപിക്ക് സുവർണ അവസരമാണെന്നും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നുമുള്ള പിള്ളയുടെ വാക്കുകൾ വിവാദമായിരുന്നു. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ രാധാകൃഷ്ണനാണ് ആദ്യം നിരാഹാരമിരുന്നത്. പിന്നീട് നേതാക്കളായ സി.കെ. പത്മനാഭൻ, ശോഭാ സുരേന്ദ്രൻ, ശിവരാജൻ, പി.എം. വേലായുധൻ, വി.ടി. രമ എന്നിവർ നിരാഹാരം അനുഷ്ഠിച്ചു. ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് പി.കെ. കൃഷ്ണദാസ് നിരാഹാര സമരം ആരംഭിച്ചത്. വിശ്വാസ സംരക്ഷണത്തിനുള്ള സമരം പൂർണ്ണ വിജയമായിരുന്നില്ലെങ്കിലും ഓരോ ഘട്ടത്തിലും സമരത്തിന് ജനപിന്തുണ ഏറി വരികയായിരുന്നുവെന്നും പോരാട്ടം തുടരുമെന്നും ശ്രീധരൻപിള്ള പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.